സെൻട്രൽ ഇസ്രായേൽ ലക്ഷ്യമാക്കി വീണ്ടും യമന്റെ അതിശക്തമായിരിക്കുന്ന ഡ്രോൺ ആക്രമണം. അതിതീവ്രമായിരിക്കുന്ന തിരിച്ചടിയിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്ന തരത്തിലാണ് ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ പല സമയങ്ങളിലായി യമന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതും, പ്രതിരോധം തകർന്നുകൊണ്ട് തങ്ങളുടെ ബിൽഡിങ്ങിനെയും തങ്ങളുടെ ഭൂപ്രദേശത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ശത്രുക്കൾ ആക്രമിക്കുകയും അതിന് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഏറെക്കുറെ ഇപ്പോൾ ഇസ്രായേൽ സമ്മതിച്ചിരിക്കുകയാണ്. ചില മീഡിയകളിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ തീവ്രമായിരിക്കുന്ന ആക്രമണം യമന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന തരത്തിൽ ഇസ്രായേലിന്റെ പത്രങ്ങളും മീഡിയകളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. പരമാവധിയൊക്കെ അവിടെ പിടിച്ചു നിൽക്കുകയും റിപ്പോർട്ടുകൾ നൽകാത്ത രീതിയിൽ മീഡിയക്കാരൊക്കെ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവസ്ഥകളൊക്കെ മാറ്റം വന്നു. ഇതൊരു നിത്യ കാഴ്ച എന്ന തരത്തിൽ ശക്തമായിരിക്കുന്ന ആക്രമണങ്ങൾ ഈ സെൻട്രൽ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഉണ്ടാവുന്ന സമയത്ത് അത് ലോകം മുഴുവനും അറിയുകയും പ്രചരിക്കുകയും മറ്റ് മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇസ്രായേലിന്റെ പത്രങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് വിശ്വാസം തകരാൻ മാത്രമേ ഉപകരിക്കൂ എന്ന തരത്തിൽ ഇപ്പോൾ അല്പാൽപമായ രീതിയിലൊക്കെ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരും ജനങ്ങളും ഉറങ്ങാതെ ആകാശം നോക്കി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നും ചില മീഡിയകളൊക്കെ പറയുന്നു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സൈറൺ മുഴങ്ങുന്നതും കേട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മിസൈലിന്റെ അതിതീവ്രമായിരിക്കുന്ന മിസൈലുകളൊക്കെ തങ്ങളുടെ ആകാശത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് പറക്കുന്നത് നോക്കി നിൽക്കുകയാണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിരിക്കുന്ന സൈറൺ മുഴക്കങ്ങളൊന്നും ചില സമയത്ത് ഉണ്ടാവാതെ തന്നെ മിസൈലുകൾ ലക്ഷ്യം കാണുന്നുണ്ട് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെടുന്ന കാര്യമാണ്. ഇതിന് പുതിയ ബദൽ സംവിധാനങ്ങൾ അന്വേഷിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ. പ്രതിപക്ഷത്തെ അടക്കമുള്ള തന്ത്രപ്രധാനമായിരിക്കുന്ന വ്യവസായികളെയും മറ്റും വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ രഹസ്യമായിരിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് ചേരുന്നു. ഇത്തരമൊരു ശക്തമായിരിക്കുന്ന ആക്രമണം യമന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഏത് തരത്തിലാണ് അതിന് പ്രതികരിക്കുക, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള പുതിയ ആശയങ്ങൾ ക്ഷണിക്കുന്നു എന്ന തരത്തിലാണ് ചില റിപ്പോർട്ടുകളൊക്കെ വന്നത്. ഈ അമേരിക്കയുടെ പ്രതിനിധിയെയും ഈ മീറ്റിങ്ങിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ അതിൽ വന്നിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്: അമേരിക്ക തോറ്റ യുദ്ധത്തിൽ നമ്മൾക്ക് എങ്ങനെ ജയിക്കാൻ പറ്റും? അത് ഭരണകക്ഷിയിൽ തന്നെ ചില ആളുകൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് ചോദിക്കപ്പെട്ട ചോദ്യമാണ്. ഒരു വർഷത്തിലധികമായി ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയും യമനും തമ്മിൽ നടത്തുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അവർ പൂർണ്ണമായിരിക്കുന്ന പരാജയം ഏറ്റുകൊണ്ട് തന്നെ യമനുമായി നേരിട്ട് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കി എന്ന് ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നു. അപ്പോൾ മുഖാമുഖം ഏറ്റുമുട്ടിയിരിക്കുന്ന അമേരിക്കയ്ക്ക് പോലും യഥാർത്ഥത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം യമന്റെ സൈനിക ബലവും ശക്തിയും അവരുടെ ആയുധത്തിൻ്റെ ശേഷിയും നമ്മൾക്ക് മറക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ബദൽ സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച വന്നത്. അതിൽ പ്രതിപക്ഷ ഭാഗത്ത് നിന്ന് ഒരാൾ ചോദിക്കപ്പെട്ടതായിട്ട് നെസറ്റ് മെമ്പറാണ്, നെസറ്റ് അംഗമാണ്. അപ്പം നമ്മുടെ പാർലമെന്റൊക്കെ പറയുന്ന പോലെ അതിൽ ചോദിക്കപ്പെട്ടതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഇതാണ്: നമ്മൾക്ക് യമനുമായി അമേരിക്ക ഉണ്ടാക്കിയ പോലെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിക്കൂടെ എന്നുള്ളതാണ്. അതിന് ഭരണപക്ഷത്തും തന്നെ മറുപടി വന്നു എന്നുള്ളതാണ്. അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മളത് അംഗീകരിക്കേണ്ടി വരും. എന്താ അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം? അത് പലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ്. പൂർണ്ണമായിരിക്കുന്ന സൈനിക പിന്മാറ്റം ഗസയിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം ഗസക്ക് നൽകുക എന്നുള്ളതാണ്. അങ്ങനെ എന്താണോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഗസ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ പാലസ്തീൻ മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ, ആ നിലപാട് അക്ഷരം പ്രതി അംഗീകരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇസ്രായേൽ ഉണ്ടാവും. അങ്ങനെ നമ്മൾക്ക് ഈ വെടിനിർത്തൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടാൻ പറ്റുമോ എന്നുള്ളതാണ് അതിന് മറുചോദ്യമായിട്ട് വന്നത്. അതൊരിക്കലും സാധ്യമാകില്ല എന്നുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തന്നെ അറിയാം. പലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ വിശ്വസിക്കാത്ത ഒരു കാര്യമാണ്. ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നം അല്ലെങ്കിൽ നടക്കാത്ത ഒരു സംഭവം എന്ന രീതിയിലാണ് പലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള ഇസ്രായേലിൻ്റെ സമീപനം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമീപനത്തിൽ നിന്ന് ഘടകവിരുദ്ധമായിരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് ഈ ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്തതായതുകൊണ്ട് യമനുമായിട്ടൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നുള്ളതാണ്.
അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വെടിനിർത്തലിനെ കുറിച്ച് ചർച്ച വന്ന സമയത്ത് അവർ പറഞ്ഞു 2 കരാർ വ്യവസ്ഥയാണ് അവിടെ ഉള്ളത്, അത് വളരെ എളുപ്പമായിരുന്നു. ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചരക്ക് കപ്പലോ മറ്റോ അമേരിക്കയുടേതായിട്ട് നീങ്ങുകയാണെങ്കിൽ അതിനെ ആക്രമിക്കാൻ പാടില്ല എന്നാണ് യമനുമായിട്ടുള്ള കരാറ്. പകരമായി യമന്റെ അകത്ത് കയറിയിട്ട് യമന്റെ അതിർത്തി കയറിക്കൊണ്ടുള്ള ആക്രമണം അമേരിക്കയും അവസാനിപ്പിക്കും. ഇത് 2 വ്യക്തികൾ തമ്മിലുള്ള കരാർ പോലെയാണ് എന്നുള്ളതും അത് വളരെ എളുപ്പത്തിലും വളരെ സുതാര്യമായിട്ട് രീതിയിലും അത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും എന്ന് ഇസ്രായേൽ വിലയിരുത്തുന്നു. എന്നാൽ നമ്മുടെ വിഷയങ്ങൾ അതല്ല. നമ്മുടെ ഒരു പ്രത്യശാസ്ത്രപരമായിരിക്കുന്ന വിഷയമാണ്, നിലനിൽപ്പിൻ്റെ വിഷയമാണ്. ഫലസ്തീന് സ്വാതന്ത്ര്യം നൽകുന്ന സമയത്ത് പ്രധാനമായിരിക്കുന്ന വിഷയങ്ങൾ അവർ പറയുന്നത്, ഒരു രാജ്യം സ്വതന്ത്രമാകുന്ന സമയത്ത് ആ രാജ്യത്തിന് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന എല്ലാ ആയുധ സാമഗ്രികളും സംവിധാനങ്ങളും ഉണ്ടാവും. എയർപോർട്ട് ഉണ്ടാവും, സീപോർട്ട് ഉണ്ടാവും, കപ്പലുണ്ടാവും, യുദ്ധവിമാനങ്ങളുണ്ടാവും, യാത്രാ വിമാനങ്ങൾ, അങ്ങനെ എല്ലാ സൗകര്യമുള്ള ഒരു രാജ്യമായിട്ട് അവിടെ പാലസ്തീൻ മാറിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും തങ്ങൾക്ക് അവർ ഭീഷണിയാകും എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ആയുധമില്ലാതെ പോലും പാലസ്തീനോട് യുദ്ധം ചെയ്തിട്ട് ഇസ്രായേൽ പരാജയപ്പെടുകയാണ്. ആയുധമില്ല എന്ന് പറഞ്ഞാൽ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധക്കപ്പലുകളില്ല, യുദ്ധവിമാനങ്ങളില്ല, സൈനികരുണ്ട്, സൈനികരുടെ കയ്യിൽ ആയുധങ്ങളില്ല, ഉള്ള ആയുധം കൊണ്ട് ആക്രമിക്കാനും പറ്റില്ല. അങ്ങനെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്ന സമയത്ത് ഗസയുടെ ഏത് ഭാഗത്താണ് സുരക്ഷാ സംവിധാനങ്ങളും കാവൽ നിൽക്കുന്ന ആൾക്കാരുള്ളത്? ഇല്ല. വെസ്റ്റ് ബാങ്കിൻ്റെ ഏത് ഭാഗത്താണ് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഉള്ളത്? അവിടെയില്ല. അവിടെയൊക്കെ സുരക്ഷ ഒരുക്കുന്നതും ഇസ്രായേൽ തന്നെയാണ്. അപ്പോൾ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു രീതിയിലും അതിർത്തിയുമായി കേന്ദ്രീകരിച്ചുകൊണ്ടൊരു സുരക്ഷാ സംവിധാനമില്ലാത്ത ലോകത്തെ ഏക രാജ്യത്തിൻ്റെ പേര് ഫലസ്തീൻ എന്നാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫലസ്തീനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സാധിക്കും. സർവ്വ മേഖലയിലൂടെയും സാധിക്കും. ഗസയുടെ എല്ലാ മേഖലയും ഇസ്രായേലിൻ്റെ അതിരാണ്. ഒരു ഭാഗം മെഡിറ്ററേനിയൻ കടൽ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ്. അവരുടെ കപ്പലുകളും അവരുടെ സർവീസ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. ഗസക്കാർ മീൻപിടുത്തത്തിൻ്റെ ബോട്ടുകളും തോണികളും ഉണ്ട്, അത് വളരെ കുറവാണ്. മാത്രമല്ല അവർക്ക് പോകാൻ പറ്റിയ ഏരിയകൾ ഇസ്രായേൽ നിയന്ത്രിച്ചു വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവർ കൃത്യമായിരിക്കുന്ന ഇത്ര ദൂരം മാത്രമേ നിങ്ങൾക്ക് പോയിക്കൊണ്ട് മീൻ പിടിക്കാൻ പറ്റൂ എന്നുള്ളൊരു നിയമവ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് അതിർത്തി കടന്ന് അവർക്ക് മീൻ പിടിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് കടലിൻ്റെ അപ്പുറത്തോട്ട് പോകാനോ എന്ന് വിചാരിച്ചാലൊന്നും നടക്കില്ല. അപ്പോൾ വലിയ നിയന്ത്രണങ്ങൾ ഈ മേഖലയിലുണ്ട്. അങ്ങനെ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ ചെറിയ സംഘത്തോട് നമ്മൾ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് നമ്മൾക്ക് പുനരാലോചന നിർബന്ധമായിട്ടും ആവശ്യമാണ്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ഫലസ്തീൻ സ്വാതന്ത്ര്യമായിക്കൂടെ, എന്നാൽ പ്രശ്നത്തിനൊക്കെ വളരെ പരിഹാരം ഉണ്ടാകുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകും എന്ന് പറഞ്ഞ ആ നിലപാടിനോടുള്ള പ്രതികരണമായിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് സങ്കീർണമാണ്. അവർ പറയുന്ന കാര്യമാണ്, ഉറങ്ങാത്ത രാത്രികളാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, പ്രത്യേകിച്ച് അതിർത്തി കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിൽ. അത് ഗസയുമായിട്ട് ബന്ധപ്പെട്ട അഷ്കലോൺ പോലെയുള്ള ഭാഗങ്ങളിലും തലസ്ഥാന നഗരിയായിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണം യമൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. ടെല്ലവീവ് സുരക്ഷിതമല്ലെന്ന് ഇതിൻ്റെ മുമ്പിൽ തന്നെ പറഞ്ഞിരുന്നു. അതോടെ തന്നെ ബെൻഗൂറിയൻ എയർപോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഹമാസ് ഈ യമൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ബെൻഗൂറിയൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും ഇവിടെ നിന്ന് പോകുന്നതും ഇവിടേക്ക് തിരിച്ചു വരുന്നതും ശ്രദ്ധിച്ചു വേണമെന്നുള്ളതും തങ്ങളുടെ ടാർഗറ്റിൽ പെട്ടതാണ് ബെൻഗൂറിയൻ എയർപോർട്ട് എന്നതിനാൽ ഏത് നിമിഷം ആക്രമണം ഉണ്ടാവും എന്ന തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് അന്താരാഷ്ട്ര സമൂഹത്തിന് യമൻ നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് വന്നതോടുകൂടി പരമാവധി അന്താരാഷ്ട്ര മേഖലയിലുള്ള വിമാന കമ്പനികളെല്ലാം ഇങ്ങോട്ടുള്ള സർവീസ് നിർത്തിവെക്കുകയും ചെയ്തു. അവർ ഔദ്യോഗികപരമായിട്ട് പ്രഖ്യാപിച്ചു. ചില വിമാന കമ്പനികൾ 3 മാസത്തേക്കാണ്, ചിലത് 1.5 മാസത്തേക്കാണ് സമയബന്ധിതമായ രീതിയിൽ നിർത്തിവെച്ചതും എന്നാൽ സമയം പറയാത്ത രീതിയിൽ നിർത്തിവെക്കപ്പെട്ടതുമുണ്ട്. അനിശ്ചിതമായ രീതിയിൽ എന്നൊക്കെ പറയുന്നു. ഇപ്പോഴത്തെ സാഹചര്യം വളരെ സങ്കീർണമാണ്, വളരെ പ്രയാസമുള്ളതാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു പ്രതിസന്ധി അവർ അനുഭവിക്കുന്നത്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഇസ്രായേലിന് സുരക്ഷിതത്വം ഒരുക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ സർക്കാർ പരാജയപ്പെടുന്നു. അവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ അതിജീവിക്കാൻ മാത്രം ശത്രുപക്ഷത്തിന് നിശ്ശേഷം കഴിയുന്നു എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അമേരിക്കയുടെ പ്രതിരോധ സംവിധാനവും ഏറെക്കുറെ തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലാണ്. ഈ 2000 കിലോമീറ്റർ ദൂരത്ത് നിന്ന് യമൻ ഇസ്രായേലിലേക്ക് പറത്തുന്ന മിസൈല് പ്രതിരോധ സംവിധാനത്തെ തകർത്തുകൊണ്ട് ലക്ഷ്യത്തിൽ വീഴണമെങ്കിൽ ആ
മിസൈലിൻ്റെ ശക്തിയും ഫലവും നമ്മൾക്ക് അളക്കാൻ വേണ്ടി പോലും പറ്റാത്തതാണ്. ആയതിനാൽ ഇതിന് ബദൽ സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അവർ പറയുന്നു, അമേരിക്കയുമായിട്ട് കുറച്ചുകൂടി സഹകരണം ഉണ്ടാക്കിക്കൊണ്ട് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ വരുന്ന മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനം അമേരിക്ക ഒരുക്കണം എന്ന് ഇതിനു മുൻപ് തന്നെ ഇസ്രായേൽ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അമേരിക്ക അതിന് പിന്മാറി. അമേരിക്ക പറയുന്ന കാര്യം, ഇത് നിങ്ങളെ സഹായിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നേരെ അവർ തിരിയാനുള്ള സാധ്യതയുണ്ട്. ഒരു യമൻ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് ലെബനാൻ കിടക്കുന്നു. അതേപോലെ തന്നെ ഇവരുടെയൊക്കെ മാതൃത്വ നിരയിൽ എന്ന് പറയുന്ന തരത്തിൽ ഇറാനുമുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു സംഗമമാണ് അവിടെ. ആ സംഗമം നമ്മൾക്കെതിരെ, അതായത് അമേരിക്കക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ തങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് അമേരിക്ക പറഞ്ഞത്. ഇതോടുകൂടി യഥാർത്ഥത്തിൽ ഈ മേഖല വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.